ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. IVF-ൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ബ്ലീഡിങ്, സ്പോട്ടിങ് ഒക്കെ സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർ ഒരുപാട് ടെൻഷൻ ആകാറുമുണ്ട്. IVF ഫെയിലായി പീരീഡ്സ് ആകുന്നതാണോ എന്നൊരു ഡൗട്ടും അവരുടെ മനസ്സിൽ തോന്നാറുണ്ട്. അപ്പോൾ മനസ്സൊക്കെ മടുത്ത് മെഡിസിൻ വരെ സ്റ്റോപ്പ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് IVF-ൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും അതുപോലെ തന്നെ β-HCG പോസിറ്റീവ് ആയതിനു ശേഷവും ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെ പറ്റിയിട്ടാണ്. അതുമാത്രമല്ല, അങ്ങനെ ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഇമീഡിയറ്റ്ലി എന്താണ് ചെയ്യേണ്ടതെന്നും അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടായാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. IVF-ൽ ഏറ്റവും ലാസ്റ്റും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ സ്റ്റെപ്പ്. എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ 12 തൊട്ട് 15 ദിവസത്തിനകമാണ് നമുക്ക് β-HCG ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. β-HCG ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിലൂടെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. IVF-ൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം 8 ദിവസം തൊട്ട് 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ചെറിയ സ്പോട്ടിങ്, ചെറിയ തോതിലുള്ള ബ്ലീഡിംഗ് ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ടെൻഷൻ ആകേണ്ട ഒട്ടും ആവശ്യമില്ല. പിന്നെ ഈ ഒരു കേസിൽ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ഒന്നും തന്നെ സ്റ്റോപ്പ് ചെയ്യാനും പാടില്ല. ഈ ഒരു ബ്ലീഡിംഗ്, സ്പോട്ടിംഗ് ഒക്കെ നിങ്ങളുടെ IVF സക്സസ് ആയതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിംറ്റം ആകാം. ഈ ഒരു സ്പോട്ടിംഗ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നിങ്ങൾക്കും ഉണ്ടായാൽ നിങ്ങൾ ഒട്ടും തന്നെ ടെൻഷൻ ആകാതെ, ഒട്ടും സ്ട്രെസ് ആകാതെ നിങ്ങളുടെ മെഡിസിൻസ് എല്ലാം കറക്റ്റ് ഡോസിൽ കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മെഡിസിൻസ് മിസ് ചെയ്താലോ ഡോസ് കുറച്ചാലോ ഒക്കെ ഹോർമോൺസ് ലെവൽ കുറഞ്ഞ് നിങ്ങളുടെ ഇംപ്ലാന്റ് ആയ എംബ്രിയോ കറക്റ്റായിട്ട് ഗ്രോ ആകാതെ അപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് IVF റിസൾട്ട് നെഗറ്റീവ് ആകാൻ കാരണമാകും. ഒരുപാട് ക്ലോട്ടിംഗ് പോകുകയോ നല്ലതായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിലോ നിങ്ങൾ ഡോക്ടറെ ഇമീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുക. അപ്പോൾ എമർജൻസി ഇഞ്ചെക്ഷൻസോ ടാബ്ലറ്റോ ഒക്കെ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. ആ ഇഞ്ചെക്ഷൻസ് എടുത്തതിന് ശേഷവും നിങ്ങളുടെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആയിട്ടില്ലെങ്കിലോ ബ്ലീഡിങ്ങിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കഠിനമായിട്ട് വയറുവേദനയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. പിന്നെ IVF-ൽ β-HCG ടെസ്റ്റ് പോസിറ്റീവ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ സ്പോട്ടിംഗ് പോലെയാണെങ്കിൽ എമർജൻസി ടാബ്ലറ്റ്സ്, ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുക. എന്തായാലും ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്യുക. പക്ഷേ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആകുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് നല്ലതായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യം തന്നെയാണ്. അങ്ങനത്തെ കേസസിൽ മെഡിസിൻസ് ഒന്നും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ 10 തൊട്ട് 15% കേസസിൽ മിസ്കാരേജിൻ്റെ ഒരു സൈൻ ആകാം ഈ ഒരു ബ്ലീഡിംഗ്. അപ്പോൾ പ്രഗ്നൻസി കൺഫേം ചെയ്തതിന് ശേഷവും ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഡുഫാസ്റ്റോണിൻ്റെ ടാബ്ലറ്റ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കരുതുക. ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡുഫാസ്റ്റോൺ ടാബ്ലറ്റോ മറ്റ് ടാബ്ലറ്റ്സ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ എടുക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ ടാബ്ലറ്റ്സും ഇഞ്ചെക്ഷൻസും ഒക്കെ എടുത്തതിന് ശേഷവും ബ്ലീഡിംഗ് നിർത്താതെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്.
IVF-ൽ ഒരു 15 തൊട്ട് 20% കേസസിൽ മിസ്കാരേജ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ബ്ലീഡിംഗ് നിങ്ങൾക്ക് ഉണ്ടായാൽ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ഉടനെ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ടൈംലി അറ്റൻഷൻ ഒരുപാട് പ്രാവശ്യം അബോർഷൻ സാധ്യത കുറയ്ക്കാറുണ്ട്. അപ്പോൾ IVF-ൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ ഡോസിൽ പറഞ്ഞ ടൈമിൽ നിങ്ങൾ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ IVF സക്സസ് ആയതിൻ്റെ ഒരു സിംറ്റം ആകാം ആ ഒരു ബ്ലീഡിംഗ്. ഇനിയും beta-HCG ടെസ്റ്റ് പോസിറ്റീവ് വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴും മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുക. ഡോക്ടറെ ഇമീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുക. ഡോക്ടർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ മിസ്കാരേജിൻ്റെ ആയിരുന്നു ആ ഒരു ബ്ലീഡിംഗ് കണ്ടതെങ്കിൽ ഡോക്ടർ പറയുന്ന എല്ലാ മെഡിസിൻസും ഇഞ്ചെക്ഷൻസും എടുക്കുന്നതിലൂടെയും എല്ലാ ഇൻസ്ട്രക്ഷൻസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെയും മിസ്കാരേജിന്റെ ചാൻസ് അവിടെ കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ IVF-ൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഉണ്ടാകുന്ന സ്പോട്ടിംഗ്, ബ്ലീഡിംഗ് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും beta-HCG പോസിറ്റീവ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിന്റെ കാരണം എന്താണെന്നും ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലായി കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ചിന്തയോടുകൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.